ലൂസേഴ്സ് ഫൈനലാണ് അടുത്ത നടക്കുവാനുള്ളത്. ആകാംക്ഷയോടുകൂടി നാം ആ മൈക്രോ പോയിന്റുകൾ കാത്തിരിക്കുകയായിരുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചെറുതന കടന്നു വരും. ചെറുതന ചുണ്ടൻ, ചരിത്രമുറങ്ങുന്ന ചെറുതന, ഒട്ടും മോശമല്ലാതെ വള്ളംകുളങ്ങര, പിന്നെ ചമ്പക്കുളം തച്ചൻ പണിതുയർത്തിയ ആ മനോഹരമായ ചമ്പക്കുളം. അത് കഴിഞ്ഞ് ആ 3 പേരാണ് കടന്നു വരുന്ന സെക്കൻഡ് ലൂയിസ് ഫൈനലിലേക്ക് കടന്നു വരികയാണ്. സെന്റ് പയസ്, അങ്ങനെ 4 പേരുണ്ട് കേട്ടോ. സെന്റ് പയസുമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നു 9ാം ട്രാക്കിലൂടെ 9ാം ഹീറ്റ്സിൽ പങ്കെടുത്ത് ചെയ്ത ചെറുതനയുണ്ട്. ഹീറ്റ്സിൽ 12ാമതെത്തിയ വള്ളംകുളങ്ങരയുണ്ട്. ഹീറ്റ്സിൽ 10ാം സ്ഥാനത്തെത്തിയ ചമ്പക്കുളമുണ്ട്. ഹീറ്റ്സിൽ 11ാം സ്ഥാനത്തെത്തിയ സെന്റ് പയസ് ഉണ്ട്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ലൂസേഴ്സ് ഫൈനൽ സെക്കൻഡ് വരുന്ന നിമിഷത്തിലേക്ക് 4 പേർ, ചെറുതനയും വള്ളംകുളങ്ങരയും ചമ്പക്കുളവും സെന്റ് പയസും കടന്നു വരുന്ന നിമിഷം. ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ സെക്കൻഡ് ലൂസേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അച്ചടക്കത്തോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഈ ദേശം കാത്തുനിൽക്കുന്ന, കേരളം കാത്തുനിൽക്കുന്ന, ഭാരതം കാത്തുനിൽക്കുന്ന ലൂസേഴ്സ് ഫൈനൽ കടന്നു വരും. അവിടെ പായിപ്പാടൻ വള്ളമുണ്ടാകും, കാരിച്ചാലുണ്ടാകും, തലവടിയുണ്ടാകും, നടുവിലെ പറമ്പനുണ്ടാകും. അങ്ങനെ 4 ആണുങ്ങൾ അവിടേക്ക് എത്തും. ഫൈനലിലേക്ക് എത്തുമ്പോൾ മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും അണിനിരക്കും. അങ്ങനെ ആരായിരിക്കും വിജയി എന്ന് പായിപ്പാട്ടിലെ വള്ളം കളി എന്ന പാട്ട് കേൾക്കാത്ത മലയാളിയില്ല. ആ മലയാളികളുടെയൊക്കെ രോമാഞ്ചമായ പായിപ്പാടൻ ചുണ്ടൻ നമ്പർ 1 ലൂസേഴ്സ് ഫൈനലിലെത്തും. കാരിച്ചാൽ ചുണ്ടൻ, ചലച്ചിത്ര താരം രഞ്ജിത്ത് നേതൃത്വം നൽകുന്ന അമരത്തിരിക്കുന്ന ആ വള്ളം. അങ്ങനെ നിരവധി ആളുകൾ, കലാകാരന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ എല്ലാവരും കൈമൈ മറന്ന് ഈ ആയോധന അഭ്യാസത്തിന്റെ ഭാഗമാകുകയാണ്. അവരെയെല്ലാം ഒരേ വേദിയിൽ ഒന്നിപ്പിച്ചുകൊണ്ട് ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ലിംഗഭേദങ്ങളില്ല എന്ന് 10-35 സ്ത്രീകൾ, 10-35 പെൺ ചെരാതുകൾ ഒരുമിച്ച് കത്തിക്കൊണ്ട് നമ്മളെ കാണിച്ചു തന്നതാണ് കഴിഞ്ഞ ഈ ചുരുളൻ വള്ളത്തിന്റെ ആ ദൃശ്യത്തിൽ. അതുപോലെ തന്നെ ഈ പായിപ്പാടനും കാരിച്ചാലും തലവടിയും നടുവിലെ പറമ്പനുമൊക്കെയായി ലൂസേഴ്സ് ഫൈനൽ കടന്നു വരുന്ന നിമിഷം വരും. ഇപ്പോൾ സെക്കൻഡിൽ ചെറുതനയും വള്ളംകുളങ്ങരയും ചമ്പക്കുളവും സെന്റ് പയസും കടന്നു വരുന്ന നിമിഷം വരും. ഏതായാലും ആരായിരിക്കും വിജയി എന്ന് തീരുമാനിക്കുന്നത് ഏകദേശം ഈ ലൂസേഴ്സ് ഫൈനലിന്റെ 3, 2, 1 അടങ്ങുന്ന ആ മത്സരങ്ങൾ തന്നെയായിരിക്കും ഫൈനലിലേക്ക് കടക്കുക. ഫൈനലിൽ എത്തുന്ന വള്ളങ്ങൾ ആരൊക്കെയായിരിക്കും? ഇവിടെ പ്രവചന മത്സരങ്ങൾക്കും ഒരു പോൾ നീരാളിക്കും സ്ഥാനമില്ല. ഇവിടെ മനസ്സുകളുടെ അച്ചടക്കമാണ്, മനസ്സുകളുടെ പ്രാർത്ഥനയാണ്. നാം ഈ കാണുന്ന ഓരോ വള്ളങ്ങൾക്കും കൃത്യമായ മുഴക്കോലോ അളവുകോലോ കണക്കുകളോ ഇല്ല. തച്ചന്മാരുടെ മനസ്സിന്റെ ശാസ്ത്രവും മനക്കണക്കുകളും, എത്രയോ പെരുന്തച്ഛന്മാർ വന്ന് പണിതുയർത്തിയ ഈ വള്ളങ്ങൾ, ഈ വള്ളങ്ങളുടെ പൂർവികർ, അതിൻ്റെ യാതൊരു വിധമായ കണക്കുകളും മാറ്റാതെ കൃത്യമായി പടുത്തുയർത്തിയ ഈ വള്ളങ്ങൾ, ഈ സർപ്പസുന്ദരന്മാർ, അവരങ്ങനെ അലസം എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു കുതിരശക്തി പുകഞ്ഞുകൊണ്ടേയിരിക്കുന്ന നിമിഷമാണ് നാം കാണുന്നത്. എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കുക. ആ പുന്നമടക്കായലിന്റെ കുഞ്ഞോളങ്ങളെ ഉമ്മ വെച്ച് അങ്ങോട്ട് ഉണർത്തുന്ന ആ കാഴ്ച ഇതാ കടന്നു വരികയാണ്. തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ഇതാ വളരെ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ കടന്നു വരുന്ന നിമിഷമാണ്. ചെറുതനയും വള്ളംകുളങ്ങരയും ചമ്പക്കുളവും സെന്റ് പയസും അടങ്ങുന്ന 4 സംഘം ഇതാ സെക്കൻഡ് ലൂസേഴ്സ്. ആലോചിക്കുക, ഇനിയും ഒരു ഫൈനൽ ലൂസേഴ്സും ഒരു ഫൈനലും മാത്രമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. ആ നിമിഷമാണ് നാം കാത്തിരിക്കുന്നത്. നെഹ്റു ട്രോഫിയുടെ ആ ശിരസിൽ, ആ ഉദരത്തിൽ, ആ സൗന്ദര്യത്തിൽ ആരായിരിക്കും മുത്തമിടുക എന്ന് തീരുമാനിക്കുന്ന വിധി നിർണായകമായ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ. ചെറുതന, വള്ളംകുളങ്ങര, ചമ്പക്കുളം, സെന്റ് പയസ്, അടിപൊളി കടന്നു പോടാ, കേറി പോടാ മക്കളെ. നോക്കുക, ഇതൊരു സൗന്ദര്യമാണെന്ന് നോക്കുക. അരയെന്ന പിടകളെ പോലെ ലോകത്തെ മുഴുവൻ സൗന്ദര്യ ശാസ്ത്രവും കടഞ്ഞെടുത്ത സോപാന ഭാവങ്ങളായി 4 ആണത്തമുള്ള 4 ഒന്നാന്തരം വള്ളങ്ങൾ. ചെറുതന, വള്ളംകുളങ്ങര, ചമ്പക്കുളം, സെന്റ് പയസ്. ആരായിരിക്കും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിലേക്ക് എത്തുക? നോക്കുക, എന്തൊരു സൗന്ദര്യമാണ് അടിച്ച് കയറി വരുന്ന. നോക്കുക, ഫൈനലിലേക്ക് എത്തുന്ന ആ വള്ളങ്ങളിൽ സെക്കൻഡ് ലൂസേഴ്സിൽ 4 പേർ വരികയാണ്. ആരായിരിക്കും? കാത്തു പറയുക, ആരായിരിക്കും?
കാത്തിരിക്കുന്ന സ്വപ്നത്തിന്റെ ഉടമ ആരായിരിക്കും ഇത്തവണ? ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 4 പേരിൽ ചെറുതനെയോ വള്ളംകുളങ്ങരയോ ചമ്പക്കുളമോ സെന്റ് പയസോ ആരാടാ കയറി വരുന്ന ആദ്യം? ആലപ്പുഴയുടെ മണ്ണ്, പുന്നമടയുടെ മണ്ണങ്ങനെ